ഹലോ വീവേഴ്സ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ ಫ್ರಂಟ್ಗೆ ಪ್ಯಾಂಟ್ ಫ್ರಂಟ್ ಸೈಡ್ಗೆ ಬೆಲ್ಟ್ ಬಂತು, ಬ್ಯಾಕ್ಗೆ ಇಲಾಸ್ಟಿಕ್ ಬಂತು എങ്ങനെ ಸ್ಟಿಚ್ ಹಾಕ್ರಿಂಟು ನೋക്കാം. ಇದಕ್ಕೈತೆ ನಾನು ಬೇರೆ ಬೆಲ್ಟ್ರ ಪೀಸ್ എടുത്തിട്ടില്ല. ಕಟ್ಟಿಂಗ್ ಹಾಕೊಂಬತ್ತೆ അതുകൊണ്ട് ಎಕ್ಸ್ಟ್ರಾ ಪೀಸ್ ಇದರೊಟ್ಟಿಗೆ എടുത്തேன். ಪ್ಯಾಂಟ್ ಪೀಸ್ ಕಟ್ಟಿಂಗ್ ಹಾಕೋರೊಟ್ಟಿಗೆ ಲೆಂத்தில் எக்ஸ்ட்ரா எடுத்துறேன். இப்போ நாங்கள் எக்ஸ்ட்ராமே പട്ടിയുടെ പീസ് എടുത്തിട്ട് ജോയിൻ്റ് ആക്കാണ്ട് ഇതൊരു ഈസി മെത്തേഡ്. നിങ്ങൾക്കിത് ഇങ്ങനെ ട്രൈ ആക്കി നോക്കാം. ഫസ്റ്റ് ನಾನು ಇದೈತಿಕ್ರೆ ಪ್ಯಾಂಟ್ರಿ ಸೆಂಟರ್, ಈ ಸೆಂಟರ್ ಇಪ್ಪತ್ತಿಗೆ ഒരു 6 ಇಂಚ್, അതേപോലെ ഈ സൈഡിಗೆ 6 ಇಂಚ್ ഞങ്ങൾ ഫസ്റ്റ് മാർക്കിംഗ് ആക്കണം. 6 ಇಂಚ್ ಬೇನೆಂಗೆ 6 ಇಂಚ್ എടുക്കുക, 5 ಬೇನೆ 5. നിങ്ങൾക്ക് എങ്ങനെ ആ ടൈപ്പിൽ എടുത്തേനെ. ഞാനിവിടെ 6 ಇಂಚ್ എടുത്തോണ്ടില്ല, തെല്ല ಹೆವಿ ಸೈಜ್ ಇದೆ. നിങ്ങൾക്ക് 5 തെല്ല ಸಪ್ರ ಮೀಡಿಯಮಲ್ಲಿ ನಿಮಗೆ 5 ಇಂಚ್ എടുക്കുക. ഇപ്പോൾ ನಾನು ಈ ಸೈಡ್ ഇങ്ങേക്ക് ഊടിക്ക് 6 ಇಂಚ്, അതുപോലെ ഊടുത്ത് ഊടിക്ക് 6 ಇಂಚ് മാർക്കിംഗ് ആക്കുക. ഞങ്ങൾ ട്രൗസർ ಪ್ಯಾಂಟ್ ಎಂದ್ರೆ ಹಾಕ್ಕೊಂತಿಲ್ಲ, ಡಾಟ್ಸ್ ಇಟ್ರ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് അകത്തിക്കില്ല. ട്രൗസർ ಪ್ಯಾಂಟ್ ಹಾಕೊಂಬತ್ತು ಬೆಲ್ಟ್ വെച്ചിട്ട് ಹಾಕೊಂಬತ್ತು ഞങ്ങൾ ഡാട്ട്സ് എടുത്ത് ആക്കുക. ഇപ്പോൾ ഡാട്ട്സ് ഇടാണ്ട് ഞങ്ങൾ ഇത് ആക്കിക്കൊണ്ടില്ലേ, ഇത് കുറച്ച് ചെറിയൊരു പ്ലീറ്റ്സ് വെച്ചിട്ട് ഈ ടൈപ്പിൽ ഞങ്ങൾ ആക്കിക്കൊണ്ടില്ലേ. ഇനി ഈ മാർക്കിംഗ് ആക്കിയ നെക്സ്റ്റിಗೆ ഞങ്ങൾ 1.5 ಇಂಚ್ എടുക്കും. ഞാനിപ്പോൾ 1.5 എടുത്തോണ്ടില്ല. ഊടത്തുടേക്ക് 1.5 ಸೇಮ್ ഊടേക്കും ಹಾಕು, ഊടത്തുടേക്ക് 1.5. ഇനി ഇതിൽ ഞങ്ങൾ തെല്ല് സ്റ്റിച്ച് ಹಾಕೋಗಿಕ್ಕೆ ಈ ಟೈಪ್ ಸ್ಟಿಚ್ ಹಾಕಿಟ್ಟು ಕಾಟ್ರೆ ಈ ಜೆಂಡು ಮಾರ್ಕಿಂಗ್ ಹಾಕಿದ್ರೆ ಇങ്ങനെ ಒಟ್ಟಿಗೆ ಹಾಕೋರು. ಒಟ್ಟಿಗೆ ಹಾಕಿತ್ತು ഇങ്ങനെ ഈ ടൈപ്പിൽ കൊടുത്ത് കീഴ് ഒരു 4-5 ಇಂಚ್ ಹತ್ರ ಡೌನ್ അടിച്ചോണ്ട് പിന്നെ ಯಾರ ಇನ್ನಿದ್ರೆ ನಂಗೆ പിന്നെ ಸ್ಟಿಚ್ കിളിക്കൊക്കെ ಅವರು കൊടുത്ത് ഇങ്ങനെ ನಾವು 4-5 ಇಂಚ್ ಹತ್ರ ಡೌನ್ಗೂ ഒരേ സിംഗിൾ ಸ್ಟಿಚ್, ನಿಮಗೆ ಡಬಲ್ ಸ್ಟಿಚ್ ಇಡ್ರ ಅಗತ್ಯ ಇಲ್ಲ. ಓಕೆ, ನಾನಿದ್ರೆ ಸ್ಟಿಚ್ ಹಾಕಿದ್ರೆ ಲಾಕ್ ಸ್ಟಿಚ್ അകത്തിക്കില്ല. ജസ്റ്റ് ഒരു 4-5 ಇಂಚ್ ಹತ್ರ ಡೌನ್ಗೆ ഇങ്ങനെ സീത അടിച്ചോണ്ട് വരും. അപ്പോൾ ಲಾಕ್ ಸ್ಟಿಚ್ അകത്തിക്കില്ല. ഇത് ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് ഇങ്ങനെ ബണ്ട് ബാക്ക് സൈഡിൽ, ഫ്രണ്ടിൽ ഈ ടൈപ്പിൽ ബണ്ട്. ഇപ്പം ഞങ്ങൾ ഫ്രണ്ടിಗೆ എത്ര ಬೆಲ್ಟ್ എടുക്കണം, ബാക്കിಗೆ എത്ര ഇലാസ്റ്റിക് എടുക്കണം ಅಂತ ಕ್ಯಾಲ್ಕುಲೇಷನ್ ಹಾಕ. ഞങ്ങൾ ವೇಸ್ಟ್ ಬಿಡ್ಚು ನಂಗೆ ഇവിടെ ಪ್ಯಾಂಟ್ ಇಡ್ರ ಆ ಜಾಗರ ಬಿಡ್ತ್ ಎತ್ರ ಉಂಡು ನೋಡ್ಕೊಂಡು ಆದರೆ ಪಾತಿ ಹಾಕೊಂಡು ಡಿವೈಡ್ ಹಾಕೊಂಡು ಡಿವೈಡ್ ನನ್ನದು 41 ಉಂಡು, ಅದನ್ನು ಪಾದಿ ಹಾಕಿದ್ದಾಂಬ 21.5 ಬಂದು. ഇപ്പോൾ 21.5 ನಾನು ഒരു 2 ಇಂಚ್ ಹತ್ರ ಮೈನಸ್ ಹಾಕ್ರೆ. അപ്പോൾ ഒരു 18.5 ನಾನು ರೌಂಡ್ ಆಯಿತು ഒരു 18 എടുത്തോണ്ടില്ല. ನಾ ಫ್ರಂಟಿಗೆ 18 ಅಗಲವುಳ್ಳ ಪಲ್ತೋರು ಪಟ್ಟಿ ഇലാസ്റ്റിക് എടുത്തോണ്ടില്ല 18. ബാക്കിಗೆ ಅದರ ಅಂಟಿರ್ತೆಲ್ಲ ಕೊರಟಿ 16. ഇപ്പോൾ 18ഉം 16 ടോട്ടൽ ആയിട്ടാകുമ്പോൾ ടോട്ടലിനൊക്കെ 34 ഇലാസ്റ്റിക്കിനൊക്കെ പെയ്യും. 18 ഫ്രണ്ടിಗೆ ബാക്കിಗೆ 16. ഇപ്പോൾ ನಾನು ಇಲಾಸ್ಟಿಕ್ എടുത്തರೆ ഇതിൽ ಟೋಟಲ್ 34 ಉಂಡು, ಡಬಲ್ ಹಾಕಿಕೊಂಡು ಇದು. ഇനി ഞാൻ ഇതിൽ ഇങ്ങനെ സ്റ്റിച്ച് ಹಾಕ್ರೆ. ಲಾಕ್ ಸ್ಟಿಚ್ ಚಮ್ಮ ಅಲ್ಲ ಗಟ್ಟಿ ಇದೆ ಲಾಕ್ ಸ್ಟಿಚ್, 6 ಸ್ಟಿಚ್ വെക്കുന്നത്. ഞാനിപ്പോൾ ഫ്രണ്ടിಗೆ നിങ്ങൾക്ക് എടുത്തിട്ട് 18 ചൊല്ലുക. 18 പാതി എത്തിക്കത് 9 ഞങ്ങൾ രണ്ട് സൈഡും മാർക്കിംഗ് ആക്കും. ഊടുത്ത് ഊടിക്ക് 9, ഊടുത്ത് ഊടിക്ക് 9. അതേപോലെ സെയിം ഈ സെൻറ്ററിൽ ഇപ്പുറത്തെ സൈഡിക്ക് 9 മാർക്കിംഗ് ആക്കണം. രണ്ട് സൈഡിക്ക് 9 മാർക്കിംഗ് ആക്കുക. ഇനി ഞങ്ങൾ ഈ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ ಇದಕ್ಕೆ ಬೇಕು ನಾನು ಇದು ಆಲ್ರೆಡಿ ಕೂಡ ಫಿನಿಶಿಂಗ್ ಹಾಕಿರೆ, ಇದು ಫಸ್ಟಿಗೆ ಹಾಕಿರೆ. ಇനി ಇದು ഇങ്ങനെ ಬೇಕು ಅಂತ ನಿಮ್ಗೆ ಇಲಾಸ್ಟಿಕ್ ಬೇಕಾ, ಈ ಇದೇ ಕೊಮ್ಮಂತ ಹಿಂಗೆ ಬೇಕು ಅನ್ನೋಂಟಿಲ್ಲ. ಊಡ ഇങ്ങനെ ಬೆಚ್ಚೆಂದು മെയ്യാറ് 1/4 ಇಂಚ್ ಮಾತ್ರ ಹಿಂಗೆ ಎಕ್ಸ್ಟ್ರಾ ಇಟ್ಕೊಂಡು ನಂಗೆ ಸ್ಟಿಚ್ ಹಾಕೋಕೆ ಬೇಕು. ಊಡ ನಂಗೆ ಡಬಲ್ ಸ್ಟಿಚ್ ಇಡೋಣ ಬೆಚ್ಚಿತ್ತು, ಫ್ರಂಟಿಗೆ ಬೆಚ್ಚಿತ್ತು ಡಬಲ್ ಸ್ಟಿಚ್ ಇಟ್ಟೆ. ಇನ್ನು ನೆಕ್ಸ್ಟ್ ഊടെ 9 ഞങ്ങൾ മാർക്കിംഗ് ആക്കിയല്ലേ ഊടക്ക്. ഇനി ഇലാസ്റ്റിക് എന്ത് വലിക്കുകയില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ 9ಗೆ ഇവിടെ വരും 9ರ മാർക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ 9ರ മാർക്ക് ಉಂಟು. ಈ 9ರ ಮಾರ್ಕ್ಗೆ ಸ್ಟಿಚ್ ಇಟ್ಟರೆ ಇಲಾಸ್ಟಿಕ್ ಎಂದು ಇದಾಕೋಗಿಲ್ಲ, ಇಲಾಸ್ಟಿಕ್ ಎಂದು ಬಲ್ಕಿಗೆ ಎಂದಿಲ್ಲ, ಜಸ್ಟ್ ಇങ്ങനെ ഒരേ പോലെ ಹಾಕಿದ್ದು ಈ 9ರೊಳಗೆ ഒരു ಸ್ಟಿಚ್ ಇಡೋಣ. ಸೇಮ್ ಅದು ಆ ಸೈಡ್ಗೂ ಅದೇ പോലെ ಹಾಕೋದು. സെയിം ഇതേപോലെ നെക്സ്റ്റ് ഈ സൈഡിൽ 9 ഞങ്ങൾ ഇവിടെ മാർക്കിംഗ് ആക്കിയത് ആ സൈഡിലും വെച്ചിട്ട് ഒരു
ಸ್ಟಿಚ್ ಇಡೋಣ, ಡಬಲ್ ಸ್ಟಿಚ್ ಇಡೋಣ. ಇದು ಮಾತ್ರ ಬೇಗ ಹಾಕೊಂಬಿಟ್ಟು ಇದು ಒರೇ ಪೊಲಿಕೊಂಡು ಎಂದು ಇಲಾಸ್ಟಿಕ್ ರೆಂದು ಬಲ್ಕೋತೀರ ಜಸ್ಟ್ ಅವ್ರಿಗೆ ಬೆಚ್ಚಿತ್ತು ಬಿಡ್ರಿ. ಇದು ನಂಗೆ ಇಲಾಸ್ಟಿಕ್ ರೆಂದು ಯೂಸ್ ಹಾಕೊಂಡ್ರಿ ಪಟ್ಟಿ ಬೇಕ್ರ ಬದಲ್ಗೆ ಕ್ಯಾನ್ವಸ್ರ ಪಟ್ಟಿ ಬೇಕ್ರ ಬದಲ್ಗೆ ನಂಗೆ ಇಲಾಸ್ಟಿಕ್ಲು ಹಾಕೊಂಡು ಬಿಡ್ರಿ. இப்போ നോക്കൊരു കൂടെ രണ്ട് സൈഡിലും 9 ഉള്ളോടെ ഞങ്ങൾ ഇങ്ങനെ ഒരേ പോലെ ആക്കി വെച്ചിട്ട് സ്റ്റിച്ച് ആക്കി തടുത്തത്. ഇനി ഞങ്ങൾക്ക് എന്ത് ಹಾಕೋಗಿಲ್ಲ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ഞങ്ങൾ 9 എടുത്തല്ലേ ആ സൈഡിൽ ഇത് സെൻറ്റർ ഇത് സെൻറ്റർ ഇതൂടെ 9 ಬಂದು ಜಾಗೆ ಹಿಂಗೆ ತನಕ ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ആക്കി ಬನ್ನಿ. കൂടെ ഞങ്ങൾ സ്റ്റിച്ച് ആക്കും ഇലാസ്റ്റിക് ರಿಂದ ಬಲ್ಕಿಗೆ ಎಂದಿಲ್ಲ ಜಸ್ಟ್ ಖಾಲಿ ಸ್ಟಿಚ್ ಹಾಕೊಂಡೆ ಬನ್ನಿ. കൂടെ ഞങ്ങൾ സ്റ്റിച്ച് ആക്കിയിട്ട് 9 ഇവിടെ ഞങ്ങൾ മാർക്കിംഗ് ആക്കിയിട്ട് അവിടുത്തോളം വന്നു. ഇനി ഞങ്ങൾക്ക് ബാക്കി ഇലാസ്റ്റിക് ബലിച്ചിട്ട് ഞങ്ങൾക്ക് എപ്പോൾ ഞങ്ങൾ നോർമലായിട്ട് ഒരു പാൻറ്റിന് ഇലാസ്റ്റിക് ಬೇಕಾ അതേപോലെ വെച്ചും വേണം. സ്ഥലത്തെല്ലാം ആക്കിയിട്ട് സ്ഥലത്തെല്ലാം ബലിച്ചിട്ട് ഇങ്ങനെ എപ്പോൾ നോർമലായിട്ട് ഒരു പാൻറ്റിന് ഇലാസ്റ്റിക് ಬೇಕು ആ ടൈപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ആക്കി വേണം. ഇപ്പോൾ സ്റ്റിച്ച് ആക്കിയിട്ട് ಇನ್ನೊಂದು സൈഡിൽ 9ಗೆ ഞങ്ങൾ ഇവിടെ വെച്ചിട പട്ടി അവിടുത്തോളം ഞങ്ങൾ വന്നാൽ ഇനി ബാക്ക് സൈഡ് ഇലാസ്റ്റിക് ഏതുണ്ട് ഇത് നിങ്ങൾ നെരി ಬಂತಂಗೆ ಇಟ್ಟರೆ ಇದರ ಮೇಲೆ ನಂಗೆ ಸ್ಟಿಚ್ ಇಡಬೇಕು. ನಡುವು ಸೆಂಟರ್ಗೆ ಸ್ಟಿಚ್ ಇಡೋಣ. ಫಸ್ಟ್ ಲಾಕ್ ಸ್ಟಿಚ್ പിന്നെ ഇങ്ങനെ വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ ಮಿಡಲ್ಗಿಟ್ಟ ಸ್ಟಿಚ್ ಉಳಿನಾಗ 9 ಮಾರ್ಕ್ ಕೊಡ್ತಿತ್ತು ಪಟ್ಟಿ ಸ್ಟಾರ್ಟ್ ಹಾಕಿರಲ್ಲ അവിടെ ಬಂತು ಎಂಡ್ ಅವರು പിന്നെ ഒരു ಲಾಕ್ ಸ್ಟಿಚ್ ಎಂಡ್ ಹಾಕಿ ഇപ്പോൾ ಇದರ ಸ್ಟಿಚ್ ಫುಲ್ ಆಯ್ತು. ಫ್ರಂಟಿಗೆ ಪಟ್ಟಿ ಬಂದು ಬ್ಯಾಕ್ ಸೈಡ್ಗೆ ಈ ടൈപ്പിൽ നിങ്ങൾക്ക് ഇതിക്കറ് ഇലാസ്റ്റിക് ഇക്കറ് ഫ്രണ്ട്. പിന്നെ ഇതുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് വേണ്ടുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തോല് ഗിൽക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടുണ്ടായി ഇങ്ങനത്തോല് ഗിൽക്കാം. സെയിം കൂടെ ഇങ്ങനത്തോല് ഗിൽച്ചെങ്കിൽ నాకు ఇది పిక్కట్ ఉంటుందో నానిది గిల్కోకుండా కూడతోలిగానే గిల్చెంగి ನಂದು ಈ ಮೆಥಡ್ ನಿಂಗೆ ಇಷ್ಟ ಆയെങ്കിൽ ಲೈಕ್ ಹಾಕೋರು ಶೇರ್ ಹಾಕೋರು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿತ್ತು ನಂದು ಈ ಚಾನಲ್ಗೆ ಸಪೋರ್ಟ್ ಹಾಕೋರು.